by Mr. Paul Rudd. Where is Thor, and why was he crying? You are all here for the Marvel panel. You know the rule, the main rule, no recording of footage, that's right. ആരും അറിയില്ല മല്ലയ്യ. അതെ ഗൈസ്, നമ്മുടെ ഗോസ്റ്റ് റൈഡറിൻ്റെ സോളോ മൂവി 2028 ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇതുപോലെ ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. അതായത് കോമിക്കോണിൽ മാർവലിൻ്റെ ഹോൾ എക്സ്പാൻഡിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഒരുപാട് അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. സോ അതെന്തൊക്കെയാണ്, മാത്രമല്ല അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ പുതിയൊരു ട്രെയിലർ തന്നെ ഇട്ട് കാണിച്ചിരിക്കുകയാണ്. അതിപ്പോൾ ലീക്കാവും ചെയ്തു. സോ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കിക്കളയാം. ഫസ്റ്റ് തന്നെ ഗോസ്റ്റ് റൈഡർ. ആക്ച്വലി ഇതിന് മുമ്പ് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ റയൻ ഗോസ്ലിൻ ഗോസ്റ്റ് റൈഡറായിട്ട് വരാൻ വേണ്ടി പോവാണ്. റയൻ ഗോസ്ലിൻ ഗോസ്റ്റ് റൈഡറായിട്ട് മൾട്ടിവേഴ്സ് മാഡ്നസിൽ വരും, സീക്രട്ട് വാർസിൽ വരും, ഡൂംസ്ഡേയിലൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് എന്തിനാണ് നിങ്ങളൊക്കെ റൂമേഴ്സായിട്ട് അടിച്ചിറക്കുന്നത്, ഇന്നാ റയൻ ഗോസ്ലിനെ തന്നെ വെച്ചോന്ന് പറഞ്ഞിട്ട് നമ്മുടെ കെവിൻ ഫൈഗി തന്നെ ഒഫീഷ്യലായിട്ട് റയൻ ഗോസ്ലിനെ ഗോസ്റ്റ് റൈഡറായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഈ പടം ചില്ലറക്കാരനല്ല ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ഡെഡ് പൂൾ പടങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷോൺ ലെവി തന്നെയാണ് ഈ ഗോസ്റ്റ് റൈഡറിൻ്റെ പടവും ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഈ ഗോസ്റ്റ് റൈഡർ മൂവി ഏത് ഗോസ്റ്റ് റൈഡറിനെ ബേസ് ചെയ്തിട്ടിരിക്കുന്നുള്ള മാത്രം അറിഞ്ഞാൽ മതി. അതായത് ജോണി ബ്ലേസിൻ്റെ ആവാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജോണി ബ്ലേസിൻ്റെ സ്റ്റോറിയൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല നമ്മുടെ ഈ റയൻ ഗോസ്ലിൻ്റെ ലുക്കൊക്കെ വെച്ചിട്ട് മിക്കവാറും പുള്ളിക്ക് റോബി റേസിൻ്റെ ആ ഗോസ്റ്റ് റൈഡറിൻ്റെ ആ ഫോം കൊടുക്കാനായിരിക്കും ചാൻസ്. കാരണം അതായിരിക്കും MCUവിൽ കുറച്ചും കൂടി ഒരു ആപ്റ്റായിട്ട് ഉണ്ടാവുക. എന്തായാലും 2028 പടം ഇറങ്ങുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 29 ആകുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് പടം കാണാൻ പറ്റുമായിരിക്കും. പിന്നെ ഈ കോമിക്കോണിൻ്റെ പാനൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കെവിൻ ഫൈഗി ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിന് മുമ്പ് X-Men 97 എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഇപ്പോൾ മാർവലിൻ്റെ ഓൺ ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒക്ടോബറിൽ വിഷൻ ക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു TV സീരീസ് വരാൻ വേണ്ടി പോവാണ്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ പറയത്തില്ല, ഞങ്ങൾ ഇവിടെ മൂവീസിനെ കുറിച്ച് മാത്രമേ പറയൂന്ന് പറഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് പുള്ളി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളി വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ് നമ്മുടെ ബ്ലാക്ക് പാന്തർ 3. ഓൾറെഡി ഇപ്പോൾ കറണ്ടായിട്ട് നമ്മുടെ MCUവിൽ ബ്ലാക്ക് പാന്തർ ആയിട്ടുള്ളത് നമ്മുടെ ഷൂറിയാണ്. അതായത് ടിച്ചാല മരിച്ചതിന് ശേഷം പുള്ളിക്കാരത്തേക്ക് വേറെ വഴിയില്ലാതെ ബ്ലാക്ക് പാന്തറായി മാറേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ അതിന് എൻഡിൽ തന്നെ നമ്മുടെ യങ് ടിച്ചാലനെ കാണിച്ചിട്ടുണ്ടാവും, ടിച്ചാലയുടെ മോനെ. അങ്ങനെ അവൻ വളർന്ന് വലുതായിട്ട് അടുത്തൊരു ബ്ലാക്ക് പാന്തർ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാർവൽ അങ്ങനെ ഒരു ലീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിപ്പോൾ പോസിബിൾ ആവാൻ വേണ്ടി പോവാണ്. കാരണം ഇപ്പോൾ ബ്ലാക്ക് പാന്തർ 3ൽ പുതിയ ബ്ലാക്ക് പാന്തറിനെ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡേവിഡ് ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടറാണ് ഈ ബ്ലാക്ക് പാന്തർ 3ൽ ബ്ലാക്ക് പാന്തറായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ യങ് ടിച്ചാല വളർന്ന് വലുതായി ഇപ്പോൾ പുള്ളി ഒരു അഡൾട്ടായിരിക്കുകയാണ്. അങ്ങനെ ആ പുള്ളിയായിട്ടായിരിക്കും ഈ ചെറുക്കം അഭിനയിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഡെഡ് പൂൾ 3ൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതായത് ആ TV വെച്ചിട്ട് നമ്മുടെ ഡെഡ് പൂൾ കാണുന്നുണ്ട്. തോറ് ഡെഡ് പൂളിനെ തന്നെ കയ്യിൽ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യമാണെന്ന് ആ പടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിനുശേഷം പുള്ളി വൈ വാസ് തോർ ക്രൈയിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കായിരിക്കും. അതേ ഒരു സംഭവം നമ്മുടെ ഡെഡ് പൂളിൻ്റെ സൂട്ടിട്ട് വന്നിട്ട് റയൻ റൊണാൾഡ്സ് തന്നെ ആയിരിക്കണം. കാരണം സൂട്ട് എന്തായാലും ഊരിട്ടില്ല, ചിലപ്പോൾ കൂട്ടിയിട്ട് സൗണ്ടുള്ള വേറെ ആരെങ്കിലും ആയിരിക്കും. എന്തായാലും അതാവട്ടെ, ഇപ്പോൾ നമുക്ക് റയൻ റൊണാൾഡ്സ് ആയിട്ട് തന്നെ വെക്കാം. അങ്ങനെ പുള്ളി വന്നിട്ട് ഡയറക്റ്റായിട്ട് തന്നെ അവിടെ നിന്ന് ചോദിച്ചു നമ്മുടെ വൈ വാസ് തോർ ക്രൈയിങ് എന്ന്. അതിനുശേഷം നമ്മുടെ പോൾ റെഡ് പുള്ളി ഒരു റെക്സം ഫാൻ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. മിക്കവാറും വൈ വാസ് തോർ ക്രൈയിങ് എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് സീക്രട്ട് വാർസിലോ ഡൂംസ്ഡേയിലോ കിട്ടും. അല്ലാതെ അവർക്ക് അങ്ങനെ ചുമ്മാതെ ഇത്രയും വലിയ സംഭവം അവിടെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഡൂംസ്ഡേയിൽ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക എന്തായാലും തിരിച്ചു വരുന്നുള്ള കാര്യം. ക്യാപ്റ്റൻ അമേരിക്ക മാത്രമല്ല നമ്മുടെ പെഗ്ഗി കാർട്ടറും തിരിച്ചു വരും. കാരണം പുള്ളിയുടെ ഫാമിലിനെ എന്തായാലും കാണിക്കണമല്ലോ. അങ്ങനെ പുള്ളിക്കാരത്തിൽ തിരിച്ചു വരുന്ന ഒഫീഷ്യലി തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഡോക്ടർ ഡൂം വരാൻ വേണ്ടി പോകുന്നത് ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ആ യൂണിവേഴ്സ് എന്നാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് അത് കൺഫേം ചെയ്യുന്ന പോലെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോമിക്കോണിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ ഡോക്ടർ ഡൂമിനും ഈ റീഡ് റിച്ചർഡ്സിനും തമ്മിൽ ഒരു വലിയ ഹിസ്റ്ററി തന്നെ ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു ഹിസ്റ്ററി തമ്മിൽ ഉണ്ടാവണമെങ്കിൽ അവർ രണ്ടുപേരും ഒരേ യൂണിവേഴ്സിലുള്ള ആൾക്കാരായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് തമ്മിലുള്ള ഒരു ക്ലാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവുള്ളൂ. സോ അവർ രണ്ടുപേരും ചിലപ്പോൾ മിക്കവാറും ഒരു യൂണിവേഴ്സിനുള്ള ആളായിരിക്കണം. അതിനുശേഷം നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഒരു ഒഫീഷ്യൽ ഫുൾ ലുക്ക് തന്നെ റിവീലും ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ കോമിക്കോണിൽ തന്നെ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ തന്നെ ഒരു പ്രതിമ പോലത്തെ ഒരു സാധനമൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിൽ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ സൂട്ട് എങ്ങനെയാണെന്നൊക്കെ ഓൾറെഡി നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ആ സെയിം സൂട്ട് തന്നെയാണ് ഇതിൽ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഒഫീഷ്യൽ ലുക്കായിട്ടും കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ കോമിക്കോണിൽ തന്നെ നമ്മുടെ ലാറ്റ്വീരിയൻ വിച്ചസ് എന്ന് പറഞ്ഞിട്ട് ഈ ഡോക്ടർ ഡൂമിൻ്റെ ഒരുപാട് വിച്ചസ് ഉള്ള പോലെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഫസ്റ്റ് ഡോക്ടർ ഡൂമിൻ്റെ ഒരു ഗ്രീൻ വിച്ച് ഉള്ള പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ പുള്ളിയുടെ അനുയായികളായിട്ട് ഏതെങ്കിലുമൊക്കെ പൊമ്പിളേർ നിൽക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ദിവസം കഴിയുമ്പോൾ ഒരു ഓറഞ്ച് കളർ പോലെയായി, അടുത്ത ദിവസം കഴിയുമ്പോൾ അത് പർപ്പിളായി, അടുത്ത ദിവസം കഴിയുമ്പോൾ അത് ബ്രൗൺ ആയി, ഇങ്ങനെ മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഡൗട്ട് വരുന്നത്
കാരണം ഇങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കണമെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ പല റൂമേഴ്സും വരുന്നുണ്ട്. അതായത് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ കാരണം തന്നെ റെഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാർലറ്റ് വിച്ചാണ്, പർപ്പിൾ ക്ലേ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതെന്തൊക്കെയാണെന്ന് നമ്മുടെ മാർവൽ തന്നെ ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്യുമായിരിക്കും. അതിനുശേഷം നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് കയറി വരുന്നത് വേറെ ആരുമില്ല, നമ്മുടെ പണിഷർ തന്നെയാണ്. അങ്ങനെ പണിഷർ അവിടെ കയറി വന്നപ്പോൾ പുള്ളി നമ്മുടെ കെവിൻ ഫൈഗിയുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് ബ്രാൻഡ് ന്യൂയെ കുറിച്ച് പറയാൻ എൻ്റെ ഒന്നും. അതായത് 4 ദിവസത്തിനുള്ളങ്ങാണ്ട് പടം റിലീസാകുമ്പോൾ വേണ്ട അതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയണം, ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന രീതിക്കാണ്, ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നൊരു രീതിക്കായിരിക്കും കെവിൻ ഫൈഗി പറഞ്ഞിട്ടുണ്ടാവുക. എന്നാൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പണിഷർ ആ സ്പൈഡർമാൻ്റെ എന്തോ ഒരു ക്ലിപ്പ് ഇട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്പൈഡർമാൻ ഹൾക്ക് പണിഷർ തമ്മിലുള്ളൊരു ഫൈറ്റ് ആയിരിക്കണം, അതിപ്പോൾ ഓൺലൈനിൽ എങ്ങാണ്ട് റിലീസായെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മുടെ റൂസോ ബ്രദേഴ്സും പിന്നെ RDJ പിന്നെ ആ മൊത്തം എക്സ്മെൻ കാസ്റ്റും മൊത്തം അവഞ്ചേഴ്സിൻ്റെ കാസ്റ്റും അത് പടത്തിൽ വരാൻ പോകുന്ന എല്ലാവരും ഡിസ്പ്ലേ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ RDJ വന്നിട്ട് ആ ഡൂമിൻ്റെ ആ ലാറ്റ്വിയൻ ആക്സെൻറ്റിൽ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയാണ് മെയിൻ സംഭവം. അതായത് ഈ കോമിക്കോണിൽ മാർവലിൻ്റെ പാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു സംഭവം അവർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരൊറ്റ റൂളേ ഉള്ളൂ, നോ ഷൂട്ടിങ്. അതായത് ഫോൺ വെച്ചിട്ടൊന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യരുത് എന്നുള്ള പറഞ്ഞിട്ട്. പക്ഷേ ആര് കേൾക്കാൻ, ക്ലിയർ ആയിട്ട് ആ പറഞ്ഞതടക്കമുള്ളതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് അവരെന്തായാലും പുറത്ത് വിട്ടു. അങ്ങനെയാണ് അവർ നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ അടുത്തൊരു ട്രെയിലർ പോലത്തെ ഒരു ക്ലിപ്പ് കാണിക്കുന്നത്. അതായത് അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാം. അങ്ങനെ അതും ക്ലിയർ ആയിട്ട് ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സിലും യൂട്യൂബിൽ തന്നെ ചിലപ്പോൾ മിക്കവാറും അത് കാണാൻ വേണ്ടി പറ്റും. അതായത് അതെന്തായാലും സിനിമാക്കോൺ പോലത്തെ ഒരു സംഭവം എന്നല്ല, അത് കോമിക്കോണാണ്. സോ അതൊന്നും തടയാനൊന്നും പറ്റില്ല, എല്ലാവരും തോന്നുന്ന പോലെ വീഡിയോ അങ്ങ് എടുത്തിടും. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മാർവലിൻ്റെ അടുത്ത് മെയിനായിട്ട് ആ കോമിക്കോണിൽ വന്നിട്ടുള്ള മെയിനായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. ചിലതൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷേ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ എക്സ്മെനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അതായത് ആ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലുള്ള കാസ്റ്റിനെ കാണിച്ചെന്നല്ലാതെ ഇതിന് ശേഷം, അതായത് ഡൂംസ്ഡേ സീക്രട്ട് വാർസിന് ശേഷം വരാൻ വേണ്ടി പോകുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ മ്യൂട്ടൻസ് ആകെ ആണെന്നുള്ള കാര്യത്തിൽ ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൽ നമ്മുടെ എക്സ്മെനെ കുറിച്ചുള്ള ഒരു പടവും ഇതിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ മിക്കവാറും നമ്മുടെ അടുത്ത ഒരു സീക്രട്ട് വാർസ് കഴിഞ്ഞിട്ടുള്ള സിനിമാക്കോണിനൊക്കെ വേണ്ടിയിട്ട് അവർ സേവ് ചെയ്ത് വെച്ചതായിരിക്കാം. കാരണം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ബ്ലാക്ക് പാന്തർ 3, ഗോസ്റ്റ് റൈഡർ എന്നുള്ള പടങ്ങളൊക്കെ ഇറങ്ങേണ്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മ്യൂട്ടൻസ് ആകെ ആണെങ്കിൽ പിന്നെ അതിലെങ്ങനെയാണ് ഈ ഗോസ്റ്റ് റൈഡർ നമ്മുടെ ഈ ബ്ലാക്ക് പാന്തർ 3 ഒക്കെ വരാൻ വേണ്ടി പോകുന്നല്ലേ. ആക്ച്വലി മ്യൂട്ടൻസ് ആകെ തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് അതിൽ നമ്മുടെ അവഞ്ചേഴ്സിന് റോളില്ലെന്നല്ലല്ലോ, അതിലും നമ്മുടെ അവഞ്ചേഴ്സ് എന്തായാലും വരും. ഇപ്പോൾ മൾട്ടിവേഴ്സ് ആകയിൽ വന്നിട്ട് എങ്ങനെയാണ് സോളോ ആയിട്ടുള്ള ഈ യൂണിവേഴ്സിൽ നടക്കുന്ന സ്റ്റോറീസ് തന്നെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ആ മ്യൂട്ടൻസ് ആകയിലും അവഞ്ചേഴ്സിൻ്റെ സ്റ്റോറി വരും. മിക്കവാറും നമ്മുടെ എക്സ്മെൻസിലുള്ള സ്റ്റോമിനും ബ്ലാക്ക് പാന്തറും തമ്മിലുള്ള ആ ലവ് ഇൻട്രാക്ഷൻ മിക്കവാറും ഈ ഒരു സാഗയിൽ അവർ കൊണ്ടുവരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോമിക്കിലുള്ള ആ ആക്യുറേറ്റ് സ്റ്റോറി മിക്കവാറും ഇതിൽ കൊണ്ടുവരായിരിക്കും. എന്തായാലും ഈ അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. എന്തിനാണ് ഇവന്മാർ ഈ കോമിക്കോണിലും സിനിമാക്കോണിലൊക്കെ ഓരോ സാധനങ്ങൾ ഇട്ട് കാണിച്ചിട്ട് പിന്നെ അത് ഡയറക്റ്റായിട്ട് അങ്ങ് യൂട്യൂബിൽ റിലീസ് ചെയ്യാത്തത്? എന്തായാലും അത് ലീക്കാക്കി എല്ലാവരും കാണും. അങ്ങനെ എല്ലാവരും കണ്ടതിന് ശേഷം വെറുതെ അങ്ങ് ഇറക്കി വിടും. അതായത് എല്ലാവരുടെ ഒരു ഹൈപ്പും പോയതിനു ശേഷം എന്ന് വിചാരിച്ചിട്ട് ഹൈപ്പ് പോകുന്നല്ല, അത് ട്രെയിലർ കത്തി കയറുകയും ചെയ്യും. പക്ഷേ ഡയറക്റ്റായിട്ട് തന്നെ ഇവർക്ക് അങ്ങ് റിലീസ് ചെയ്താൽ മതി. എന്തായാലും അതെന്തെങ്കിലും ആവട്ടെ. സോ ഇനിയും എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.